السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. وما منع الناس أن يؤمنوا إذ جاءهم الهدى ويستغفروا ربهم إلا أن تأتيهم سنة الأولين أو يأتيهم العذاب قبلا وما نرسل المرسلين إلا مبشرين ومنذرين ويجادل الذين كفروا بالباطل ليدحضوا به الحق واتخذوا آياتي وما أنذروا هزوا. 54-ാമത്തെ ആയത്തിൽ നമ്മൾ കേട്ടത്, ഈ ഖുർആനിൽ സർവമനുഷ്യർക്കും കൃത്യമായി മനസ്സിലാകുന്ന വിധത്തിൽ ഉപമകളും ഉദാഹരണങ്ങളുമൊക്കെ വിവിധ രൂപത്തിൽ നാം വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ വിശദമായും ഉപമാരൂപത്തിലും ഉദാഹരണ സഹിതവുമൊക്കെ വിശദീകരിച്ചിട്ടും നമ്മുടെ മനസ്സിലൊരു ചോദ്യമുണ്ടാകാം: എന്തുകൊണ്ട് അധിക ആളുകളും വിശ്വസിക്കുന്നില്ല? ഇത്രക്കും സുവ്യക്തമായി ഖുർആനിൽ കാര്യങ്ങളെല്ലാം വിവരിച്ചിട്ടും എന്താണ് ജനങ്ങൾക്ക് പലർക്കും സംഭവിക്കുന്നത്? അവരെന്തുകൊണ്ടാണ് സന്മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നത്? അതിനുള്ള മറുപടിയാണ് അല്ലാഹു ഈ 55-ാമത്തെ സൂക്തത്തിൽ പറയുന്നത്. വമാ മനഅന്നാസ, ജനങ്ങളെ തടയുന്നില്ല, അല്ലെങ്കിൽ ജനങ്ങളെ തടഞ്ഞിട്ടില്ല. മനഅ തടഞ്ഞു, മനഅ തടഞ്ഞു. അതിൻ്റെ മുളാരി ഫ്യൂച്ചർ ടെൻസ് യംനഉ എന്നാണ്. തടയപ്പെട്ട കാര്യം എന്നുള്ളതിന് ഭാഷയിൽ പ്രയോഗിക്കും മംനൂഅ്. മംനൂഅ് പലയിടങ്ങളിലും ബോർഡ് കാണാൻ സാധിക്കും നമുക്ക്. മംനൂഅ് തടയപ്പെട്ട കാര്യം എന്നർത്ഥം. വമാ മനഅന്നാസ, ജനങ്ങളെ തടഞ്ഞിട്ടില്ല. അയ്യുമിനൂ, അവർ വിശ്വസിക്കുന്നതിൽ നിന്നും ജനങ്ങളെ തടഞ്ഞിട്ടില്ല. ഇവിടെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളും അല്ല, കാരണം എല്ലാവരും അങ്ങനെ വിശ്വസിക്കാതിരിക്കുന്നില്ലല്ലോ. നേരെ മറിച്ച് 54-ാമത്തെ ആയത്തിൽ പറഞ്ഞ വലഖദ് സറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി എന്ന് പറഞ്ഞിടത്ത് എല്ലാ മനുഷ്യരും ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും വേണ്ടി ഖുർആനിൽ ഉപമാകൾ വളരെ വിശദമായി വിവരിച്ചിട്ടുണ്ട്. അവിടെ ലിന്നാസ് പറഞ്ഞിടത്ത് സർവ മനുഷ്യരും പെട്ടു. എന്നാൽ ഇവിടെ വമാ മനഅന്നാസ എന്ന് പറയുന്നിടത്തുള്ള ജനങ്ങൾ എന്നുള്ളതിൽ ഉദ്ദേശിക്കപ്പെടുന്നത് മുശ്രിക്കുകളും കാഫിറുകളുമാകുന്ന ധിക്കാരികളാകുന്ന ആളുകളാണ്. അവരെ തടഞ്ഞിട്ടില്ല. അയ്യുമിനൂ, അവർ വിശ്വസിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞിട്ടില്ല. എപ്പോൾ? ഇത് ജാഅഹും, അവർക്ക് വന്നു കിട്ടിയതിൻ്റെ ശേഷം, അവർക്ക് വന്നപ്പോൾ എന്നർത്ഥം. ഇത് ജാഅഹും, അവർക്ക് വന്നെത്തിയതിൻ്റെ ശേഷവും, അവർക്ക് വന്നപ്പോൾ എന്നും അർത്ഥം പറയാം. ഇത് ജാഅഹും എന്ത്? അൽ ഹുദ, സന്മാർഗം. സന്മാർഗം വന്നു കിട്ടിയിട്ടും ജനങ്ങൾ വിശ്വസിക്കുന്നതിന് തടസ്സമായിട്ടില്ല. അതുപോലെ തന്നെ വയസ്തഗ്ഫിറൂ റബ്ബഹും,
അവരുടെ റബ്ബിനോട് അവർ പൊറുക്കലിനെ തേടുവാനും അവരെ തടഞ്ഞ കാര്യം എന്താണ്? രണ്ട് കാര്യത്തിൽ നിന്ന് ജനങ്ങൾ വിട്ടുനിന്നു. ഒന്ന്, സന്മാർഗം സ്വീകരിച്ചില്ല. മറ്റൊന്ന്, അവരുടെ റബ്ബിനോടവർ പൊറുക്കലിനെ തേടിയതുമില്ല. എന്തേ അവർക്ക് തടസ്സം? ഇല്ലാ അൻ തഅതിയഹും, അവർക്ക് വന്നെത്തിയിട്ടില്ല എന്നത് തന്നെയാണ് കാരണം. അതാ വന്നു, തഅതിയഹും അവർക്ക് വന്നെത്തി. അവർക്ക് വന്നെത്തിയില്ല എന്നുള്ള ഉദ്ദേശമാണ് നമ്മൾ വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. എന്ത് വന്നില്ല? സുന്നത്തുൽ അവ്വലീന, പൂർവീകരുടെ ചര്യ അല്ലെങ്കിൽ പൂർവീകരുടെ നടപടിക്രമം. അവ്വലീന പൂർവീകർ, സുന്നത്ത് ചര്യ നടപടിക്രമം സമ്പ്രദായം എന്നൊക്കെ അർത്ഥം. സുന്നത്തിന് ഭാഷയിൽ നമ്മൾ ഖുർആനും സുന്നത്തും എന്ന് പറയുമ്പോൾ നബിചര്യ എന്നാണ് അർത്ഥം. ഇവിടെ സുന്നത്തുൽ അവ്വലീന പൂർവീകരുടെ ചര്യ, പൂർവീകരിൽ അള്ളാഹു നടപ്പാക്കുന്നൊരു നടപടിക്രമമുണ്ട്. ആ സുന്നത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതവർക്ക് വന്നെത്തിയില്ല എന്നതല്ലാതെ വേറൊരു കാരണമില്ല. ഔ അല്ലെങ്കിൽ യഅ്തിയഹും അവർക്ക് വന്നില്ല. അൽ അദാബു ശിക്ഷ, ഖുബുലൻ നേർക്ക് നേരെ, മുഖാമുഖം. ഖുബുലിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് വജ്ഹൻ ലി വജ്ഹിൻ, മുബാശറത്തൻ എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ എന്നർത്ഥമായി. ഇനി അതല്ലെങ്കിൽ ഖബീൽ എന്നുള്ളതിൻ്റെ ബഹുവചനമായിട്ടും ഖുബുലൻ എന്ന് പ്രയോഗിക്കും. അപ്പോൾ അൻവാഅൻ മുഖ്തലിഫൻ, വിവിധങ്ങളായ ശിക്ഷകൾ എന്ന അർത്ഥം അവിടെ വരും. രണ്ട് നിലക്കും മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ ആയത്തിൽ അള്ളാഹു പറയുന്ന കാര്യം എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആൻ ഇത്രത്തോളം കാര്യങ്ങൾ സുവ്യക്തമായും സ്പഷ്ടമായും ഏത് തെളിഞ്ഞ ബുദ്ധിക്കും മനസ്സിലാകുന്ന വിധത്തിൽ ഉപമകൾ പറയേണ്ടിടത്ത് ഉപമകൾ പറഞ്ഞുകൊണ്ടും ചരിത്രം പറയേണ്ടിടത്ത് ചരിത്രം പറഞ്ഞുകൊണ്ടും കഥകൾ പറയേണ്ടിടത്ത് കഥകളും ചരിത്രങ്ങളും പറഞ്ഞുകൊണ്ടും ഏതെല്ലാം വിധത്തിൽ ജനങ്ങളെ ഉത്ബുദ്ധരാക്കേണ്ടതുണ്ടോ അതിനാവശ്യമായ സർവ്വരീതിയിലും ഖുർആനിൽ കാര്യങ്ങൾ വിവരിച്ചിട്ടും മനുഷ്യരിൽ കുറേ ആളുകൾ വിശ്വസിക്കാതെ വിട്ടുനിൽക്കുന്നതിൻ്റെ കാരണം വമാ മനഅന്നാസ, ജനങ്ങളെ തടഞ്ഞിട്ടില്ല, അയ്യുമിനു അവർ വിശ്വസിക്കുന്നതിൽ നിന്നും, ഏതിനു ശേഷവും ഇത് ജാഅഹുമുൽ ഹുദാ അവർക്ക് സന്മാർഗം വന്നു കിട്ടിയിട്ടും, ഇത് ജാഅഹും അവർക്ക് വന്നു കിട്ടി അൽ ഹുദാ സന്മാർഗം. മനുഷ്യന്മാർ തെറ്റിപ്പോവുക രണ്ട് കാരണങ്ങളാലാണ്. ഒന്ന് വിവരമില്ലാഞ്ഞിട്ട്, ഒരിക്കലും വിവരമില്ലാഞ്ഞിട്ടല്ലല്ലോ. കാരണം അള്ളാഹുവിൻ്റെ സന്മാർഗം അവർക്ക് വന്ന് കിട്ടിയിട്ടുണ്ട്. സന്മാർഗം വന്ന് കിട്ടിയതിൻ്റെ ശേഷമാണ് പിന്നെയും കിട്ടിയിട്ടും അവരിതിന് അംഗീകരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. മാത്രമല്ല വയസ്തഗ്ഫിറൂ റബ്ബഹും, അവരുടെ റബ്ബിനോട് അവർ പൊറുക്കലിനെ തേടുന്നില്ല. രണ്ട് കാര്യങ്ങൾ ജനങ്ങൾ ചെയ്യണമല്ലോ. തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ, തിന്മകളിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ആ തിന്മകളുടെ വഴിയിൽ നിന്ന് വിട്ടിട്ടവർ ഹുദയിലേക്ക് വരണം. ലലാലത്തിൻ്റെ പാത വിട്ട് ഹുദയിലേക്ക് അവർ വരണം. ഹുദയിലേക്ക് വന്നാലും പോരാ, അവർ ഇസ്തിഗ്ഫാർ നടത്തണം. വയസ്തഗ്ഫിറൂ റബ്ബഹും, തങ്ങളുടെ റബ്ബിനോട് അവർ പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യണം. ജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും നമ്മളോട് നിരന്തരം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഹിദായത്തിനെ ചോദിക്കുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, ഇത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ദിനവും 17 തവണ നമ്മൾ അള്ളാഹിനോട് ഹുദയെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിൽ നീ ഞങ്ങളെ ചേർത്ത് തരണേ അല്ലാഹ്. ഇത് പറയാത്തൊരു നിസ്കാരമല്ല, ഫർളുമില്ല, സുന്നത്തുമില്ല. ദിവസം 17 തവണ നിർബന്ധമായിട്ടും ഐച്ഛികമായ നിസ്കാരങ്ങളിൽ പുറമെയും നമ്മളിത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതേപോലെ തന്നെ മറ്റു ദുആകളിലൂടെയും നമ്മളിത് തേടുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ തേടുന്നുണ്ട്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ എന്ന് നമ്മൾ തേടുന്നുണ്ട്.
യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന് നമ്മൾ തേടുന്നുണ്ട്. എല്ലാ വിധത്തിലുള്ള ഏതെല്ലാം മാർഗങ്ങളിലൂടെ തേടാനുണ്ട് അതൊക്കെ നമ്മൾ തേടുന്നുണ്ട്, നമ്മെ കൊണ്ട് തേടിപ്പിക്കുന്നുമുണ്ട് ഹുദക്ക് വേണ്ടി. അതേപോലെ നമ്മളോട് ചൊല്ലിപ്പിക്കുന്നുണ്ട് ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ധാരാളമായി പാപമോചനത്തേട്ടം നടത്തണം. ഞാനൊരു ദിവസം 100 തവണ തേടുന്നുണ്ട് മിനിമം. അത്രത്തോളം അസ്തഗ്ഫിറുള്ളകൾ നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. 5 നേര നിസ്കാരത്തിൻ്റെ പിറകെ 15 തവണ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, 15. അതിൻ്റെ പുറമെ രാത്രിയിലും പകലിലുമായി ഓരോ തവണയെങ്കിലും മിനിമം പറയേണ്ടുന്ന, നമുക്കെല്ലാവർക്കും ആണാവട്ടെ പെണ്ണാവട്ടെ ഓരോ ദിവസത്തിലും നമ്മുടെ മരണം നന്നാകുവാനും സ്വർഗം ഇൻഷൂർ ചെയ്യപ്പെടുവാനും വേണ്ടിയുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാർ മുടങ്ങാതെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ പറയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളോടാണ് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടത്. മൻ ഖാലഹ ഫിൻ നഹാരി മൂഖിനൻ ബിഹാ, ആരെങ്കിലും പകലില്ലത് ദൃഢവിശ്വാസത്തോടെ പറയുകയും രാത്രിയാകുന്നതിൻ്റെ മുമ്പ് അവൻ മരണപ്പെടുകയും ചെയ്താൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയാണ്. രാത്രിയിൽ ആരെങ്കിലും അത് ദൃഢവിശ്വാസത്തോടെ പറയുകയും പ്രഭാതമാകും മുമ്പ് അവൻ മരണപ്പെടുകയും ചെയ്താൽ അവൻ സ്വർഗാവകാശിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഓഫറാണ്. നമ്മൾ ചൊല്ലുന്നുണ്ടോ? ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ, നിരന്തരം കേൾപ്പിക്കുന്നതാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കണം. ദിവസം 2 തവണ നിർബന്ധമായും, നിർബന്ധം എന്ന് പറഞ്ഞാൽ ഞാനൊരു പുതിയ നിർബന്ധം ഉണ്ടാക്കുകയല്ല, നിർബന്ധ സ്വഭാവം നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് ഒഴിവാകാതെ പകലിലും രാത്രിയിലുമായി 1 തവണയെങ്കിലും. പിന്നെ ഇഷ്ടം പോലെ എത്രയും പറയാം. നമ്മുടെ നമസ്കാരങ്ങൾ പിരിയുന്നതിൻ്റെ മുമ്പ് നമ്മൾ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ സറർതു വമാ അലൻതു വമാ സറഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർലി മഗ്ഫിറത്തൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ്. വീട്ടിൽ നിന്നാവട്ടെ നിസ്കാരത്തിലാവട്ടെ പറയാൻ. എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരുമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പോയി ചോദിച്ചപ്പോൾ പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ്, ദുആയാണിത്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി. ഒക്കെ ഇസ്തിഗ്ഫാറിൻ്റെ പ്രാർത്ഥനകളാണ്. അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുൽ ഗഫൂർ. 100 തവണയെങ്കിലും ഡെയിലി മിനിമം. എത്രയാണ് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നത്, എത്രയാണ് ഹിദായത്തിനെ ചോദിക്കുന്നത്. കാരണം എന്താ? ഹിദായത്തെന്ന് തെറ്റിപ്പോയാൽ നരകത്തിലായി. ഇസ്തിഗ്ഫാർ ഇല്ലയോ പാപങ്ങൾ പൊറുക്കപ്പെടാതെ മഗ്ഫിറത്ത് കിട്ടാതായാലും നരകത്തിലായി. അതുകൊണ്ടാണ് ജന്നത്ത് പറയുന്നിടത്തൊക്കെ അധികം മഗ്ഫിറത്തും പറയും. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്ന. കാരണം റബ്ബിങ്കൽ നിന്നുള്ള മഗ്ഫിറത്ത് കിട്ടിയാലേ ജന്നത്തിലേക്ക് പെർമിഷൻ കിട്ടുള്ളൂ. അപ്പം മഗ്ഫിറത്തും ജന്നത്തും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ എപ്പോഴും പ്രാർത്ഥനയും അതോടൊപ്പം എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ വന്നുപോയെങ്കിൽ പൊറുക്കണേ എന്ന മനമുരുകിയുള്ള ഇസ്തിഗ്ഫാറിൻ്റെ തേട്ടവും അധികരിപ്പിക്കേണ്ടതുണ്ട്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ ദുന്യാവിലും ആഖിറത്തിലും ഗുണങ്ങൾ ഏറെയാണ്. ഭൗതികമായ ഈ ലോകത്ത് മനപ്രയാസങ്ങൾക്ക് പരിഹാരമാണ് ഇസ്തിഗ്ഫാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇടുക്കങ്ങളിൽ നിന്ന്, ഞെരുക്കങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നുള്ള ഒരു എക്സിറ്റാണ് ഇസ്തിഗ്ഫാർ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു മിൻ ളീഖിഹി മഖ്റജാ. ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ സ്ഥിരം പതിവാക്കിയാൽ, പദം ശ്രദ്ധിക്കണം, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ. ലസിമ, ലുസൂം എന്ന് പറഞ്ഞാൽ മുറുകെ പിടിച്ച് സ്ഥിരമായി കൊണ്ട് നടക്കുന്നതിനാൽ ലസിമ എന്ന് പറയാം. ആരെങ്കിലും ഇസ്തിഗ്ഫാർ മുറുകെ പിടിച്ച് പതിവാക്കിയാൽ അവൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അവനൊരു എക്സിറ്റ് നൽകും. ബുദ്ധിമുട്ടുകളും മനക്ലേശങ്ങളിൽ നിന്ന് അവൻ്റെ മോചനം നൽകും. അതുപോലെ തന്നെ വമിൻ ഹമ്മിഹി ഫറജ. അവൻ്റെ മനക്ലേശങ്ങൾ മനസ്സിനൊരു സുഖല്ല, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളാനാണ് പറയുന്നത്. ആരോഗ്യം കൂടും ഇസ്തിഗ്ഫാറിലൂടെ എന്നാണ്. റിസ്ക് വർദ്ധിക്കും ഇസ്തിഗ്ഫാറിലൂടെ എന്നാണ്. മഴ കിട്ടും ഇസ്തിഗ്ഫാറിലൂടെ എന്നാണ്. സന്താന സൗഭാഗ്യം ഉണ്ടാകും ഇസ്തിഗ്ഫാറിലൂടെ എന്നാണ്. സൂറത്തു നൂഹിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനങ്ങളോട് പറയുന്നുണ്ട്, വഖുൽതു, ഞാൻ അവരോട് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ യജമാനനായ നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിനെ തേടുവീൻ, ഇന്നഹു കാന ഗഫാറ. അവൻ ഏറെ പൊറുക്കുന്നവനാ.
എന്നിട്ട് അതുകൊണ്ടുണ്ടാകുന്ന ഭൗതിക നേട്ടങ്ങളും കൂടെ പറഞ്ഞു. യുർസിലിസ് സമാ അലൈക്കും മിദറാറ വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. അവൻ നിങ്ങൾക്ക് മഴ തരും, അവൻ നിങ്ങൾക്ക് മഴ തരും. യുർസിലിസ് സമാ അലൈക്കും മിദറാറ. അപ്പം മഴ കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഉൽമ അധികരിക്കുന്നു, ഇസ്തിഗ്ഫാർ കുറയുന്നു എന്ന് മനസ്സിലാക്കണം. വയുംദിദുകും ബിഅംവാലിൻ, നിങ്ങൾക്ക് മുതൽ കൊണ്ടവൻ നിങ്ങളെ സഹായിക്കും. കണ്ടോ, സമ്പത്ത് വർധനക്ക് ഇസ്തിഗ്ഫാർ. വബനീന, സന്താനങ്ങളെ അവൻ നിങ്ങൾക്ക് നൽകും, സന്താനങ്ങൾ ഉണ്ടാകാൻ ഇസ്തിഗ്ഫാർ. വയജ്അൽ ലക്കും ജന്നാത്തിൻ, നിങ്ങൾക്കവൻ തോട്ടങ്ങളെ, സമൃദ്ധമായ തോട്ടങ്ങളെ അവൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു തരും, കാർഷികമായ വിളവുകൾ. വയജ്അൽ ലക്കും അൻഹാറ, കാർഷിക വിളവുകൾ സമൃദ്ധമായി വളരണമെങ്കിൽ ജലസേചന സൗകര്യം വേണം, അതിനാവശ്യമായ നദികളും ആറുകളും പുഴകളും ഞാൻ നിങ്ങൾക്ക് നൽകും. ഇതൊക്കെ അള്ളാന്റെ ഓഫറാണ്, റബ്ബിന്റെ ഓഫറാണ്. അപ്പൊ ഇസ്തിഗ്ഫാറിന് ഇത്രത്തോളം പ്രായോഗികമായിട്ട് നമ്മൾ ചെയ്താൽ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ പുറമെ പരലോകമാണ് ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള ഏറ്റവും നമ്മുടെ ലക്ഷ്യം. അതെന്താ? മഗ്ഫിറത്തിലൂടെ ജന്നത്തിലേക്കുള്ള കോണിപ്പടി, മഗ്ഫിറത്തിലൂടെ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക്. അതിൻ്റെ പുറമേ നമുക്ക് ദുന്യാവിൽ കിട്ടുന്നതൊക്കെ ലാഭം. അപ്പൊ ഇതൊക്കെ ജനങ്ങൾ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അഹങ്കാരം, വേറൊന്നുമല്ല എന്നാ അള്ളാഹ് പറയുന്നത്. ഇതൊക്കെ ഹുദ കിട്ടിയിട്ടും റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കാനോ ആ ഹുദയിൽ വിശ്വസിക്കാനോ ജനങ്ങൾക്ക് തടസ്സം എന്തുമാത്രമാണ്? അവരുടെ ആ ഒരു ധിക്കാരം. എന്താ അവരുടെ ധിക്കാരം? ഇല്ലാ അൻ തഅ്തിയഹും സുന്നത്തുൽ അവ്വലീന, പൂർവീകരിലെ നടപടിക്രമം അവർക്ക് വന്നു കിട്ടാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് അവർക്കുള്ളത്. എന്താ ഈ പൂർവീകരിലൊക്കെ കഴിഞ്ഞു പോയ നടപടി? നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത വിശ്വസിക്കാതായപ്പോൾ മുഖ്യാണ് കൊന്നു. അതാ അവരിലുണ്ടായ നടപടിക്രമം. ആദ് ഗോത്രത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു, സമൂദ് ഗോത്രത്തെ ഉന്മൂലനാശം വരുത്തി കളഞ്ഞു. ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ സദോം നിവാസികളെ കീഴ്മേൽ മറിച്ചിട്ട് തകിടം മറിച്ചു. ഫറോവയെയും അവൻ്റെ അനുയായികളെയും ചെങ്കടലിൽ മുക്കിക്കൊന്നു. മദിയൻ ഗോത്രക്കാരിലേക്ക് അയക്കപ്പെട്ട ദൂതനെ അവിശ്വസിച്ചപ്പോൾ അതിശക്തമായ നിലക്കുള്ള റജ്ഫത്തിലൂടെ, പ്രകമ്പനത്തിലൂടെ ആ നാട് തകർത്തെറിയപ്പെട്ടു. ഇതൊക്കെ പൂർവീകരിൽ സംഭവിച്ച നടപടിക്രമമാണ്. ഇപ്പം ഇവർക്ക് അതൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ വിഷയം. അതൊന്നും അവർക്ക് വന്നില്ല. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഒരു വലിയ കറാമത്തുണ്ട്. അത് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും. മുച്ചൂടും അള്ളാഹു മുൻ സമുദായങ്ങളെ നശിപ്പിച്ച് തകർത്തെറിഞ്ഞതുപോലെ ഈ ഉമ്മത്തിനെ അള്ളാഹു തകർക്കൂലാന്നാണ്. എന്നാൽ അവിടെയായി ശിക്ഷകൾ ഇങ്ങനെ കൊടുക്കും. ഈ ഉമ്മത്തിൽ അതാ നടക്കുക. അതുകൊണ്ടാണ് ഈ ഉമ്മത്ത് ഇവിടെ ബാക്കിയായി നിൽക്കുന്നത്. എല്ലാവരെയും കൂടിയാണ് തകർത്ത് നശിപ്പിക്കൂല. ഏതുപോലെ മുൻ സമുദായങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായത്. അവിശ്വസിച്ചവരെ മുഴുവൻ തകർത്തു. പിന്നെ ഭൂമിയിൽ ആരേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ? മുഅ്മിനീങ്ങൾ മാത്രം. നൂഹ് അലൈഹിസ്സലാമിൻ്റെ കപ്പലിൽ കയറിയ തുച്ഛം ആളുകൾ മാത്രമാണ് തകർത്തെറിയലിൻ്റെ ശേഷം, പ്രളയത്തിൻ്റെ ശേഷം പിന്നെ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരുടെ മക്കൾ പെറ്റുവരുകി തലമുറകൾ വർദ്ധിച്ചപ്പോഴാണ് പിന്നെ കുഴപ്പമുണ്ടായപ്പോൾ പിന്നെ വേറൊരു നബി വരേണ്ടി വന്നത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിന് എന്ത് തമ്മാടിത്തം ചെയ്താലും മുഴുവനായിക്കൊണ്ട് എല്ലാവരെയും അങ്ങ് തകർത്ത് വിശ്വാസികളെ മാത്രം ഭൂമിയിൽ ബാക്കിയാക്കുക എന്ന നടപടിക്രമം അള്ളാഹുവിന് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് കിട്ടാത്തത് കൊണ്ടുള്ള നെകളിപ്പുണ്ടായിരുന്നു അവർക്ക്. ഒരു നബി തങ്ങളോട് ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ പൂർവീകരെ കുറിച്ച് ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടല്ലോ, എന്നാ അതൊന്നും കൊണ്ടുപോവാ. അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ അവ ഇത്നാ ബിഅദാബിൻ അലീം. ഒരു ദുആ ഇറങ്ങിയതാ. അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കുകൾ പറഞ്ഞതാ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്, ഇതാണ് സത്യമെങ്കിൽ, ഫഅംതിർ അലൈനാ, നീ ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കേ, ഹിജാറതൻ മിനസ് സമാ, മുകളിൽ നിന്ന് കല്ലുമഴ പെയ്യിപ്പിക്കേ, എന്നിട്ട് ഞങ്ങളൊക്കെ തകർക്ക്. അവി ഇത്നാ ബിഅദാബിൻ അലീം, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ കൊണ്ടുപോവാ. അല്ലെങ്കിൽ ഫഅസ്ഖിത് അലൈനാ കിസഫൻ മിനസ് സമാ, ആകാശങ്ങളെ കഷ്ടാക്കി ഞങ്ങളെ വേലിക്കിട്ടുകൊണ്ട് തകർത്തെറിയും, ഞങ്ങളെ കൊണ്ടുപോവാ നിന്റെ ശിക്ഷ. ഇങ്ങനെയൊക്കെ ഇവർ വെല്ലുവിളിച്ചിരുന്നു, ആവശ്യപ്പെട്ടിരുന്നു.
അപ്പൊ അതൊന്നും അവർക്ക് വരുന്നില്ല എന്നുള്ളൊരു നെഗളിപ്പിലാണ് ഇപ്പൊ അവരിങ്ങനെ വിശ്വസിക്കാത്തത്. ഔ അല്ലെങ്കിൽ യഅ്തിയഹും അവർക്ക് വന്നെത്തുന്നില്ല എന്ത് അല്ലദാബു ശിക്ഷ കുബുലൻ നേർക്ക് നേരെ ചോദിക്കുമ്പോഴൊക്കെ അങ്ങോട്ട് ശിക്ഷ അല്ലാഹു കൊടുക്കണില്ല. അതും ഈ ഉമ്മത്തിനോട് അള്ളാഹു ചെയ്ത കാര്യം തന്നെയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടത്. ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനും അവർ ചെയ്യുന്ന തിന്മകൾക്കൊക്കെ ഞാൻ ഉടനെ അങ്ങ് ശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ജീവി ഉണ്ടാവില്ല. വലൗ യുആഖിദുല്ലാഹു നാസ്, ജനങ്ങളെ അള്ളാഹു പിടിച്ച് ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ബിളുൽമിഹിം, അവരുടെ അക്രമം നിമിത്തം ജനങ്ങളെ അള്ളാഹ് പിടിച്ച് ശിക്ഷിച്ചിരുന്നുവെങ്കിൽ മാ തറക അലാ ലഹ്രിഹാ മിൻ ദാബ്ബ, ഈ ഭൂമിപ്പുറത്ത് ഒരൊറ്റ ജന്തു ബാക്കി ഉണ്ടാവില്ല, തകർത്തെറിഞ്ഞിട്ടുണ്ടാകുന്നു. പക്ഷെ അള്ളാഹ്ക്ക് അങ്ങനെ ഒരു നടപടിക്രമല്ല. അവൻ ഒരവധി വരെ ഇങ്ങനെ നീട്ടിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഉമ്മത്തിൽ. അപ്പൊ കയറൂരി അങ്ങനെ വിടും, പോണോടത്തോളം പോകട്ടെ, എല്ലാ സൗകര്യവും ധിക്കാരവും നെകളിപ്പും, പിന്നെ അവസാനം ഒരു പിടുത്തണ്ട്, ആ പിടുത്തത്തിൽ എല്ലാം തകരും. അപ്പൊ എന്ന് വിചാരിച്ച് ഇത് നമ്മൾക്കുള്ള പാഠം. ഇതിൽ നമ്മൾക്കുള്ള പാഠം എന്താണ്? അള്ളാഹിന്റെ ശിക്ഷ അങ്ങോട്ട് വരുന്നൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ എന്താ അള്ളാഹ്ക്കാണ്ട് ഈ ലോകത്ത് തിന്മകൾ ചെയ്യുന്നവരൊന്നും അള്ളാഹ് തകർത്ത് എറിയണമെന്നില്ലല്ലോ. പിന്നെ ഇപ്പം എന്തിനാ നമ്മളായിട്ട് ഇത്ര വിശ്വസിക്കണം? നമ്മളെന്തിനാപ്പം ഇത്ര ഇടങ്ങറായിട്ട് 5 നേരമൊക്കെ പള്ളിയിൽ പോയി നിസ്കരിച്ച് നോമ്പ് നോറ്റ് സാമ്പത്തികമായ നിയമങ്ങളിലൊക്കെ സൂക്ഷ്മത പാലിച്ച് പലിശയും വാങ്ങൂല, ഹറാമിലൂടെ 5 കാശും ഉണ്ടാക്കൂല, ഇത്രയൊക്കെ കൃത്യമായിട്ട് നമ്മളെന്തിനാ ജീവിക്കാൻ പോണ്? ഇതിനൊക്കെ എതിരെ ചെയ്യുന്ന പലിശ മുതലാളിമാർ ലോകത്തില്ലേ, വലിയ തെമ്മാടികൾ ലോകത്തില്ലേ? അവരെയൊന്നും അള്ളാഹ് തകർക്കുന്നൊന്നുമില്ലല്ലോ, അവർക്കൊന്നും ഇവിടെ സംഭവിക്കുന്നൊന്നുമില്ലല്ലോ എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അല്ല, നമുക്കുണ്ടതിൽ പാഠം. ഹുദ വന്നു കിട്ടിയിട്ടും ആ ഹുദയിലേക്ക് വിശ്വാസപൂർവം നടന്നെടുക്കുവാനും റബ്ബിനോട് പറ്റിപ്പോയ പാപങ്ങളെക്കുറിച്ച് ഖേദിച്ച് ഇസ്തിഗ്ഫാർ നടത്തുവാനും ജനങ്ങൾക്ക് തടസ്സമെന്താണ്? പൂർവീകരിൽ ഉണ്ടായ അതേ നടപടിക്രമം ഇപ്പം ഇവർക്ക് വരുന്നില്ല. ആ ഒരു സമാധാനത്തിലാണ്. അത് വരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഉണ്ടാവില്ല എന്ന് ആരും വിചാരിക്കണ്ട. പെട്ടെന്നാണ് ശിക്ഷിക്കുന്നൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അള്ളാഹ്ക്കിന്നെ പെരുത്ത് ഇഷ്ടമാണ്. ഞാൻ എങ്ങനെയൊക്കെ ആയാലും എനിക്ക് വെച്ചടി കയറ്റാണ് കേട്ടോ, പുരോഗതിയാണ് കേട്ടോ എന്ന നെകളിപ്പൊന്നും ആർക്കും വേണ്ട. അതും പരീക്ഷിക്കുകയാണ്. അള്ളാഹ് അങ്ങനെ തന്നു നോക്കുകയാണ്, കൂടുതൽ കൊടുക്കുക. തെമ്മാടിത്തം ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ കൊടുത്തു നോക്കുകയാണ്. എന്താ ചെയ്യണത് കാണട്ടെ. നൽകിയിട്ടും പരീക്ഷിക്കും അള്ളാഹ്, നൽകാതെയും പരീക്ഷിക്കും. ഖൈർ കൊടുത്തിട്ട് പരീക്ഷിക്കും, ഷർ കൊടുത്തിട്ട് പരീക്ഷിക്കും, കൊടുക്കാതെ പരീക്ഷിക്കും, കൊടുത്തിട്ട് പരീക്ഷിക്കും. എന്തിനാ നോക്കുകയാണ്? എന്താ നമ്മളെ മനസ്സ്? ധാരാളം കിട്ടുമ്പോൾ എനിക്ക് നെകളിപ്പും അഹങ്കാരവും കൂടുന്നുണ്ടോ? കിട്ടാതാകുമ്പോൾ ഞാൻ നിരാശനായിക്കൊണ്ട് റബ്ബിനോട് വല്ലാത്ത വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ഞാൻ മോശത്തരത്തിലേക്ക് പോകുന്നുണ്ടോ? ക്ഷമ എനിക്കുണ്ടോ? ശുക്ർ എനിക്കുണ്ടോ? തിന്നിട്ട് നോക്കുന്നത് എന്താ, എനിക്ക് ശുക്റുണ്ടോന്ന്. തരാതെ നോക്കുന്നത് എന്താ, എനിക്ക് സബറുണ്ടോന്ന്. രണ്ടും പരീക്ഷണമാണ്. അതുകൊണ്ട് നമുക്ക് ഹുദ വന്ന് കിട്ടിയാലുള്ള കടമ എന്താണ് ഈ ആയത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കണം. ഹുദ മനസ്സിലാക്കിയാൽ അപ്പടി അതിൽ വിശ്വസിച്ചോളണം. ഞാനൊരു ഹുദ, സന്മാർഗം. ഹുദ എന്ന് പറഞ്ഞാൽ വിശാലമാണ്. ശുദ്ധ ഖുർആൻ ഹുദൽ ലിന്നാസ്, മനുഷ്യർക്കുള്ള സന്മാർഗമാണ്. ഇസ്ലാം ജനങ്ങൾക്കുള്ള ഹുദയാണ്. ആ ഹുദ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെതിരെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യരുത്. എന്നാലും മനുഷ്യരെന്ന നിലക്ക് അബദ്ധങ്ങൾ വന്നേക്കും. വയസ്തഗ്ഫിറൂ റബ്ബഹും, ഉടനെ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. മനുഷ്യരാണ്. കുല്ലു ബിനി ആദം, മനുഷ്യപുത്രന്മാരെല്ലാം ഖത്താഊന, അബദ്ധങ്ങൾ സംഭവിക്കുന്നവരാണ്. വഖൈറുൽ ഖത്താഈന, അബദ്ധങ്ങൾ സംഭവിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാരാണ്? അത്തവ്വാബൂന, ധാരാളം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരാകുന്നു. 55-ാമത്തെ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? ഇതിപ്പോൾ പറയുന്ന വിഷയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് ഇത്രത്തോളം സന്മാർഗം വന്നു കിട്ടിയിട്ടും അതിൽ വിശ്വസിക്കാതിരിക്കാൻ, അതേപോലെ റബ്ബിനോട് പൊറുക്കലിനെ തേടാതിരിക്കാൻ ആ ജനതക്ക് തടസ്സമായത്
അവർക്ക് ശിക്ഷയൊന്നും മുൻഗാമികൾക്ക് വന്നതുപോലെ വന്നില്ല എന്നുള്ളതും നേർക്കുനേരെ ഒരു ശിക്ഷ അവർക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടിയില്ല എന്നുള്ളതുമായിരുന്നു. അപ്പം നമ്മളെന്താ പഠിക്കേണ്ടത്? ഈ ചിന്ത നമ്മുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഇടയ്ക്കിടെ കടന്നു വരാറുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടും കുഴപ്പമൊന്നുമില്ലല്ലോ, ഇങ്ങനെയാണ് പോകുന്നുണ്ട്. അപ്പം അള്ളാഹ്ക്ക് എന്നെ തൃപ്തിയായിരിക്കും, അപ്പം അള്ളാഹ് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. അപ്പം എനിക്കിങ്ങനെ ധാരാളം ദുന്യാവിൽ ഞാമത്തുകളാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും, എന്നെ അള്ളാഹ് നല്ലോ ഇഷ്ടപ്പെട്ടിട്ടാണ് തരുന്നത്. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن. എൻ്റെ റബ്ബ് എന്നെ വല്ലാതെ ആദരിച്ചിരിക്കുന്നു എന്ന് പറയും എപ്പോൾ? പരീക്ഷണാർത്ഥം നാം അവന് കുറച്ച് കൂടുതൽ കൊടുത്താൽ. പരീക്ഷണാർത്ഥം എന്ന് രണ്ടോടത്തും അല്ല പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് റബ്ബ് ആരോഗ്യം തന്ന് പരീക്ഷിക്കുന്നുണ്ട്. എന്താ ഈ ആരോഗ്യം കൊണ്ട് ചെയ്യുന്നത്? സമയം തന്ന് പരീക്ഷിക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ എന്തിനുപയോഗപ്പെടുത്തുന്നു? സമ്പത്ത് തന്ന് പരീക്ഷിക്കുന്നുണ്ട്. എന്തിൽ ചെലവഴിക്കുന്നു, എവിടുന്നുണ്ടാക്കുന്നു? മക്കളെ തന്ന് പരീക്ഷിക്കുന്നുണ്ട്. ഏത് വിധത്തിലേക്ക് അവരെ തിരിച്ചുവിടുന്നു? അവർക്ക് തെർബിയത്ത് നൽകുന്നതിൽ ശ്രദ്ധയുണ്ടോ ഇല്ലേ? ഇതൊക്കെ പരീക്ഷണങ്ങളാണ്. ഈ പരീക്ഷണങ്ങളിൽ വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ രൂപത്തിലുള്ള എയിം, ലക്ഷ്യം. അതാണ് ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കൊഴിഞ്ഞു തീരുമ്പോൾ അവന് പേടിയാ കൂടുന്നത്, അവന് ബേജാറാണ് കൂടുന്നത്. വാസ്തവത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആളുകൾ പുതിയൊരു ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഈ ഒരു പുതിയ വർഷമൊക്കെ ഇങ്ങനെ വരുമ്പോൾ ആഘോഷിക്കുന്ന ആളുകൾ, നമ്മൾ ആലോചിച്ച് നോക്കുക, വാസ്തവത്തിൽ അതിൽ ഒരല്പം ചിന്തിച്ചാൽ എത്രത്തോളം ഒരു തലയില്ലാത്ത ഏർപ്പാടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരാളൊരു വീട് തന്നു എന്ന് സങ്കല്പിക്കുക. ഒരു വീട് തന്നു, എല്ലാ സൗകര്യത്തോടു കൂടെയും ഒരു വീട് തന്നു. ഒരു വീട് തന്നിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് എപ്പോഴാണ് ഞാൻ ഇറങ്ങാൻ പറയാന്നുള്ളത് എനിക്കേ അറിയുള്ളൂ, പക്ഷെ ജീവിക്കുന്നിടത്തോളം കാലങ്ങൾ ഇവിടുത്തതൊക്കെ സുഖമായി ജീവിച്ചോളി, ഉഷാറായിട്ട് ജീവിച്ചോളി. കുറഞ്ഞൊരു കാലേ ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. കൃത്യ ഡേറ്റ് പറഞ്ഞില്ല, കുറഞ്ഞൊരു കാലേ ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ ജീവിക്കുന്നൊരു മനുഷ്യന് ഓരോ ദിവസവും മാസവും കഴിയുന്നിടത്തോളം നെഞ്ചിടിപ്പ് കൂടുമോ കുറയോ? നെഞ്ചിടിപ്പ് കൂടും. ഓരോ ദിവസം കഴിയുന്തോറും അയാളെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് തോന്നുക. അത്ര ദിവസം കഴിഞ്ഞു, ഉഷാറാണ്, ഞാൻ ഇപ്പോൾ പുതിയൊരു ദിവസത്തേക്ക് കടന്നു കൊണ്ടു, ഉഷാറായി. അയാൾക്ക് സന്തോഷമല്ല. ഒരു ദിവസമാണ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ എപ്പോഴും ഇയാൾ ഇറങ്ങാൻ പറയാനാവോ, ഇനിയിപ്പോൾ എത്ര ദിവസമാവും? ഇങ്ങനെയല്ലേ റഹ്മാനായ റബ്ബ് നമ്മളോട് ദുന്യാവാകുന്ന വീട്ടിൽ എല്ലാ സൗകര്യവും തന്നിട്ട് ഇവിടെ ജീവിച്ചോളി, താമസിച്ചോളി. എപ്പോഴാണ് ഞാൻ വിളിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല, അത് നിങ്ങൾക്ക് അറിയില്ല. ജീവിക്കുന്ന കാലം ഇവിടെ നന്നായിട്ട് ജീവിച്ചോളൂ, വേറെ ലോകത്തേക്ക് പോകേണ്ട എല്ലാ വിഭവങ്ങളും ഒരുക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ജീവിതം തന്നു, ആയുഷ്കാലം തന്നു. ആ ആയുഷ്കാലത്തിൽ നിന്ന് ഒരു ദിവസം കൊഴിഞ്ഞു പോയാൽ തന്നെ നമുക്ക് സങ്കടമല്ലേ? ഒരു കൊല്ലം കഴിഞ്ഞു പോയിട്ട് അടുത്തൊരു കൊല്ലം വരുമ്പോൾ നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി, ആഘോഷമാണ് നമ്മുടെ മനസ്സിൽ വരിക, ദുഃഖമാണ് വരിക, സങ്കടമാണ് വരിക. റബ്ബേ കഴിയല്ലേ, കഴിഞ്ഞല്ലോ, അവസരം നഷ്ടപ്പെടല്ലേ, ഇനി എനിക്ക് എത്ര ബാക്കി ഉണ്ടാവുക അറിഞ്ഞൂടല്ലോ. റബ്ബിലേക്ക് കൂടുതൽ വിനീതനാവാനും സങ്കടപ്പെടാനുമാണ് ബുദ്ധിയുള്ളവരും തൻ്റെ ഇടമുള്ളവനും തയ്യാറാവുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. അൽ കയ്യിസു, ബുദ്ധിമാൻ എന്ന് പറയുന്നത് ആരാണ്? മൻ ദാന നഫ്സഹു, തൻ്റെ മനസ്സിനെ വിനീതനാക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവനാണ്. അതുപോലെ തന്നെ തന്നെക്കുറിച്ച് കൃത്യമായി ആലോചന നടത്തുന്നവനാണ്. വഅമില ലിമാ ബഅദൽ മൗത്തി, മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. ആ ബുദ്ധി നമുക്കുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കലും ഹുദയിൽ അള്ളിപ്പിടിച്ച് നിൽക്കലും നമ്മുടെ കടമയാണ്. അത് റബ്ബ് നമ്മളെ ശിക്ഷിക്കുന്നൊന്നുമില്ലല്ലോ, അള്ളാഹിൻ്റെ ശിക്ഷ നേർക്ക് നേരെ കാണുന്നൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ലോകത്ത് അങ്ങനെ ആകെ അപകടങ്ങളൊന്നും അതിൻ്റെ പേരിലൊന്നും വരുന്നില്ലല്ലോ എന്നൊന്നും ആരും വിചാരിക്കണ്ട. അതൊക്കെ ഒരു പരീക്ഷണമാണ്. അതൊക്കെ കുറച്ച് കാലത്തേക്ക് റബ്ബിന് ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ വരുന്ന കാലത്തേക്ക് മാത്രം അവനിങ്ങനെ എല്ലാവർക്കും ഓരോ പ്രവൃത്തികൾക്ക് സൗകര്യവും സമയവും ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കും. അത് നൽകുന്നത് അള്ളാഹ് നമ്മളെ തൃപ്തിപ്പെട്ടത് കൊണ്ടാണ് എന്ന അബദ്ധധാരണ നമ്മൾക്കുണ്ടാകരുത്. എന്നെ പരീക്ഷിക്കുകയാണ് എൻ്റെ റബ്ബ്, ആ പരീക്ഷയിൽ എനിക്ക് 100 മാർക്ക് വാങ്ങാൻ കഴിയണം, അതിന് ഞാൻ നന്മകളുടെ റെക്കോർഡിൽ കൂടുതൽ കൂടുതൽ എഴുതി ചേർക്കണം,
തിന്മകളുടെ റെക്കോർഡിൽ എഴുതപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കണം. അഥവാ വന്നുപോയോ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് അതിനെ മായ്ച്ചു കളയാൻ ഞാൻ ശ്രമിക്കണം. ഇതാണ് ബുദ്ധി. ഇതാണ് ഈ വചനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ്. ഇനി തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത് എന്താ? വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ. വമാ നുർസിലുൽ മുർസലീന, മുർസലീങ്ങളെ നാം അയച്ചിട്ടുമില്ല. മുർസലീങ്ങളെ ഞാൻ അയക്കാറില്ല. മുർസലീങ്ങളുടെ ഡ്യൂട്ടി എന്താണ് ഇവിടെ? ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ. രണ്ട് ഡ്യൂട്ടി കൊണ്ടാണ് മുർസലീങ്ങളെ അല്ലാഹ് അയക്കാറുള്ളത്. ഒന്ന് മുബശ്ശിരീന, മുബശ്ശിരീങ്ങളായിക്കൊണ്ടല്ലാതെ നബിമാരെ നാം അയക്കാറ് പതിവില്ല. മുൻദിരീന, മുൻദിരീങ്ങളായിക്കൊണ്ടുമല്ലാതെ. എന്താണ് ഈ മുബശ്ശിരീന? സന്തോഷവാർത്ത അറിയിക്കുന്നവർ. ഞങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് ജനങ്ങളെ എന്ന സന്തോഷവാർത്ത അറിയിക്കാനും, മുൻദിരീന, ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ അനുസരണക്കേട് കാണിച്ച് നിങ്ങൾ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ കഠിനകഠോരമായ നരകം നിങ്ങൾക്കുണ്ട് എന്ന താക്കീത് നൽകുവാനും വേണ്ടിയാണ് ആരിവിടെ ലോകത്ത് വന്നത്? പ്രവാചകന്മാരഖിലവും വന്നത്. അതിനുവേണ്ടിയാണ് അള്ളാഹു ദൂതന്മാരെ അയച്ചത്. അല്ലാതെ ആ ദൂതന്മാർക്ക് ആരിലെങ്കിലും നിർബന്ധമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള അധികാരം അവർക്ക് കൊടുത്തിട്ടില്ല. ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൂട്ടാനോ അവരുടെ മേൽ നടപടിക്രമം എടുക്കാനോ ഒന്നും അള്ളാഹു അവരെ ഏൽപ്പിച്ചിട്ടില്ല. ജനങ്ങൾക്ക് ദഅവത്ത് എത്തിച്ചു കൊടുക്കുക. വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ. എന്നാലോ വയുജാദിലുല്ലദീന കഫറൂ, അവിശ്വാസികൾ തർക്കിച്ചുകൊണ്ടേയിരിക്കുന്നു. സത്യനിഷേധികൾ തർക്കം നടത്തുന്നു. ജാദല യുജാദിലു വയുജാദിലു, തർക്കിക്കുന്നു. അല്ലദീന കഫറൂ, അവിശ്വസിച്ചവർ. എന്തും കൊണ്ടാ അവർ തർക്കിക്കാൻ വരിക? ബിൽ ബാത്തിലി, ഹക്ക് അവരടുത്തില്ലല്ലോ. ഇപ്പൊ ബാത്തില് കൊണ്ടാ തർക്കിക്കുക. ബാത്തില് കൊണ്ട് അവർ തർക്കിക്കാൻ വരുന്നു. എന്നിട്ട് അവരുടെ ഉദ്ദേശം എന്താണ്? ലി യുദ്ഹിദൂ ബിഹി, അതുകൊണ്ട് തകർത്ത് കളയാൻ വേണ്ടി. അദ്ഹല യുദ്ഹിലു, തകർത്തു, ഉടച്ചു കളഞ്ഞു, തകർത്തു കളഞ്ഞു എന്നൊക്കെ അർത്ഥം. ലി യുദ്ഹിലൂ ബിഹി, ആ ബാത്തിൽ കൊണ്ട് തകർത്ത് കളയാനാണ് അവർ തർക്കിക്കുന്നത്. എന്തിനെ? അൽ ഹഖ, ഹക്കിനെ അവരുടെ ബാത്തിൽ കൊണ്ട് തകർത്ത് കളയാമെന്നാണ് അവരുടെ തർക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതൊരിക്കലും നടക്കൂലല്ലോ. അള്ളാന്റെ ഹക്കായ ദീനിനെ ബാത്തിൽ കൊണ്ട് തകർക്കാൻ ആർക്കാ പറ്റുക? അത് തകർക്കാൻ പറ്റൂലല്ലോ. പക്ഷെ അവരങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്. ഒരു കുറേ നുണയും അപവാദങ്ങളും ആരോപണങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ ഇസ്ലാമിൻ്റെ നേരെ, ഖുർആനിൻ്റെ നേരെ, റസൂലുള്ളാഹിയുടെ നേരെ, സഹാബത്തിൻ്റെ നേരെ, ഇസ്ലാമിക ശരീഅത്തിൻ്റെ നേരെ ഒക്കെ അവർ കുറേ ബാത്തിൽ കൊടുന്നിട്ട് ഇങ്ങോട്ട് എറിഞ്ഞാൽ ഇസ്ലാമോ ശരീഅത്തോ ഒന്നും തകരുന്നാണ് അവർ കണക്കൂട്ടുന്നത്. അത് തകരൂല. മാത്രമല്ല വത്തഖദൂ, അവർ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്തഖദ, വത്തഖദൂ, അവർ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ അവിശ്വാസികളുടെ സ്വഭാവം പറയണം. ഒന്നാമത്തെ സ്വഭാവം എന്താണ്? അവർ ബാത്തിൽ കൊണ്ടാണ് തർക്കിക്കാൻ വരിക. എന്താ അവരുടെ ലക്ഷ്യം? ഹക്കിനെ തകർത്ത് തരിപ്പണാക്കാനാണ് കണക്കൂട്ടൽ. എന്നിട്ട് കൊണ്ടുവരുന്ന തെളിവെന്താ? ബാത്തില്. രണ്ടാമത്തെ സ്വഭാവം എന്താ? വത്തഖദൂ ആയാതീ, നമ്മുടെ ആയത്തുകളെ അവർ സ്വീകരിക്കുന്നു. വമാ ഉൻദിറൂ, അവർക്ക് ഏതൊരു കാര്യം കൊണ്ട് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടുണ്ടോ അവയെയും അവർ ആക്കുന്നത് എന്തായിട്ടാണ്? ഹുസുവൻ, പരിഹാസമായിട്ടാണ് അവർ കാണുന്നത്. അവർക്കതൊക്കെ ഒരു കളിയും തമാശയാണ്. നമ്മുടെ ആയത്തുകളെയും അവരോട് കൃത്യമായ നിലക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പോലും ഒരു പേടി അവർക്കില്ല. മറിച്ച് അവർക്ക് അതും എന്താണ്? ഒരു തികഞ്ഞ പരിഹാസം. ഹുസുബ് എന്ന് പറഞ്ഞാൽ എന്താ? പരിഹാസം എന്നുള്ളതാണ്. ഇസ്തഹ്സാ, പരിഹസിച്ചു. ഇസ്തിഹ്സാ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് കാണാൻ പറ്റും. ഇസ്തഹ്സിഉ എന്നൊക്കെ പറഞ്ഞ പ്രയോഗങ്ങൾ.
അപ്പം മുർസലീങ്ങൾ ഇവിടെ നിർവഹിക്കുന്നത് 2 ഡ്യൂട്ടിയാണ്. ലോകത്ത് വന്ന എല്ലാ നബിമാരെയും അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്തിനാണ്? മുബശ്ശിരീങ്ങളായും മുൻദിരീങ്ങളായും. സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത, നരകമുണ്ട് എന്ന മുന്നറിയിപ്പും. ആർക്കാ സ്വർഗം, ആർക്കാ നരകം, അതും അവർ പഠിപ്പിച്ചിട്ടാണ് അവർ വന്നിട്ടുള്ളത്. ആ കാലത്തൊക്കെ ഇവിടെ നിഷേധികളും ഉണ്ടായിട്ടുണ്ട്. നബിമാർ വരുമ്പോഴൊക്കെ എതിർപക്ഷം ഉണ്ടാവും. ആ എതിർപക്ഷത്തിൻ്റെ തൊഴിലെന്താ? അമ്പിയാക്കന്മാർ ഹക്ക് കൊണ്ട് ബാത്തിലിനെ തകർക്കുമ്പോൾ കാഫിറുകൾ എന്ത് ചെയ്യും? ബാത്തിൽ കൊണ്ട് ഹക്കിനെ തകർക്കാൻ നോക്കും. വയുജാദിലുല്ലദീന കഫറൂ. അർത്ഥം ശരിക്ക് വെക്കാം. അൽ കഹ്ഫിലെ ഓരോ ആയത്തുകളുടെയും അർത്ഥം എങ്ങനെ വെക്കണം, ആശയം നമ്മൾ പഠിക്കണം. എല്ലാ വെള്ളിയും നമ്മൾ ഓതുകയാണ് റബ്ബിൻ്റെ പ്രത്യേക കാവൽ കൊണ്ട്, തൗഫീഖ് കൊണ്ട്. പാരായണം ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഈ ആശയങ്ങൾ ഊർന്നിറങ്ങണം. വയുജാദിലുല്ലദീന കഫറൂ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നോക്കൂ നിങ്ങൾ, ആ സത്യനിഷേധികൾ ഇസ്ലാമിനെതിരെ അകത്ത് നിന്ന് പുറത്ത് നിന്ന് എന്തെല്ലാം അമ്പുകളാണ് ചെയ്യുന്നത്. നിരീശ്വരവാദികളുടെ ഭാഗത്ത് നിന്നൊരു വഴി. അങ്ങനെ നിരീശ്വരവാദികൾ, നിർമ്മതവാദികൾ, അവർ പച്ചയായ തെറി റബ്ബിനെയും റസൂലിനെയും ഇസ്ലാമിക നിയമങ്ങളെയും ഞാൻ പറഞ്ഞു വിശദീകരിക്കേണ്ടതില്ല, സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞാടുകയാണ്. ഇനി മതവിശ്വാസികളെന്ന് പറയുന്ന അന്യമതസ്ഥരായ ആളുകൾ ഇസ്ലാമിൻ്റെ നേരെ ചെയ്യുന്ന ഒളിയമ്പുകൾ, ഖുർആനിൻ്റെ നേരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നേരെ. ഇനി ഇസ്ലാമിൻ്റെ അകത്തുണ്ടെന്ന് പറയപ്പെടുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ നേരെ ചെയ്യുന്ന ഒളിയമ്പുകൾ, സഹാബത്തിനെ ചീത്ത പറയുന്നവർ, റസൂലുള്ളാഹിനെ പറയുന്നവർ, അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവർ, മോശത്തരങ്ങൾ, കെട്ടുകഥകൾ, കള്ളക്കഥകളൊക്കെ പ്രചരിപ്പിക്കുന്നവർ. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അവരുടെ ബാത്തിലുകളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ആ ബാത്തിലുകളെ ഇങ്ങനെ പൊലിപ്പിച്ച് കാണിക്കുകയാണ്. അവരെന്താ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ടൊക്കെ ഇവിടുത്തെ ഹക്കാണ് തകർക്കാനാണ്. അതിനാ അവരുടെ വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും മുഴുവൻ എന്തിനാണ്? ഹക്കിനെ തകർക്കാനാണ് അവർ കണക്ക് കൂട്ടുന്നത്. പക്ഷേ കയ്യിലുള്ള ആയുധം എന്താണ്? കേവലം പുൽക്കൊടിയാണ്, ബാത്തിലാണ്. അതാണ് അല്ലാഹു പറയുന്നത്, വൈജാദിലുല്ലദീന കഫറൂ. കാഫിറുകൾ തർക്കിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ബിൽ ബാത്തിലി. അത് മനസ്സിലാക്കണം. കാഫിറുകളുടെ കയ്യിൽ ഹക്കില്ല, സത്യനിഷേധികളുടെ കയ്യിൽ എന്തില്ല? ഹക്കില്ല, ബാത്തിലേ ഉള്ളൂ. പക്ഷെ അവർ കണക്ക് കൂട്ടുന്നത് എന്താണ്? ലി യുദ്ഹിലൂ ബിഹി. ആ ബാത്തിൽ കൊണ്ട് ഉടച്ചു കളയാം, തകർത്ത് കളയാൻ വേണ്ടി അൽ ഹക്ക, ഹക്കിനെ. അത് സാധിക്കൂല. അത് ഖുർആൻ പറഞ്ഞതാണ്, ഒരുപാട് സ്ഥലത്ത് പറഞ്ഞതാണ്. വേറൊരു ശൈലിയിൽ പറഞ്ഞു, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹ് ബിഅഫ്വാഹിഹിം വയഅബല്ലാഹ് ഇല്ലാ അയ്യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. അതേപോലെ സൂറത്തു സഫിലും കാണാം, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, പിന്നെന്താണ്? വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ഇങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായ ആയത്തുകൾ കാണാം. അവിടെയൊക്കെ ആശയം എന്താണ്? ഒന്ന് ആയത്തിൻ്റെ അർത്ഥം വെച്ച് നോക്കൂ. യുരീദൂന, അവരുദ്ദേശിക്കുന്നു. ലിയുത്ഫിഊ നൂറല്ലാഹ്, അള്ളാന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താമെന്ന്. ആ പ്രയോഗം നോക്കൂ നിങ്ങൾ. അള്ളാന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താമെന്നവർ വിചാരിക്കുന്നു. ഏതുകൊണ്ട്? ബിഅഫ്വാഹിഹിം, അവരുടെ വായ കൊണ്ട്. വായ കൊണ്ട് ഊതേ അള്ളാന്റെ പ്രകാശത്തെ. വായ കൊണ്ട് അള്ളാന്റെ പ്രകാശത്തെ ഊതാൻ നിൽക്കുന്നത്. അള്ളാന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ അള്ളാഹു നൂറു സമാവാതി വൽ അർളാണ്. ആകാശഭൂമികളെ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന പ്രകാശമാണ് അള്ളാഹ്. ആ പ്രകാശത്തെയാണ് കേവലം ഒരു വായ കൊണ്ട് ഊതിക്കെടുത്താൻ ഈ മഠയന്മാർ വിചാരിക്കുന്നത്. പക്ഷേ അള്ളാഹു അത് വിസമ്മതിക്കുന്നു. അവൻ്റെ പ്രകാശത്തെ പൂർത്തിയാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. കാഫിറുകൾക്ക് അതെത്ര വെറുപ്പാണെങ്കിലും സത്യം ഇവിടെ ജയിക്കും, സത്യത്തിനെ നിലനിൽപ്പുള്ളൂ. അപ്പൊ ഈ കാണുന്ന എല്ലാ കക്ഷികളുടെ വിളയാട്ടങ്ങളും ബാത്തിൽ കൊണ്ടാണ്. പക്ഷെ ഹക്കിനെ തകർക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത്. സാധിക്കില്ല. അതാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. വത്തഖദൂ, അവർ സ്വീകരിച്ചിരിക്കുന്നു, ആയാതീ, എൻ്റെ ആയത്തുകളെ, മാ ഉൻദിറൂ, അവർക്ക് താക്കീര് നൽകപ്പെട്ട വിഷയങ്ങളും. അവർക്ക് താക്കീര് നൽകപ്പെട്ട എന്താ? നിങ്ങൾക്ക് നരകമുണ്ട്, ദുന്യാവിൽ തന്നെ ശിക്ഷ വരും, വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നരകമുണ്ടാകും, അത് കഠോരമായ ശിക്ഷയായിരിക്കും. ആ നരകീയ ശിക്ഷകൾ കഠിനമാണ്. അതിൻ്റെ വിവിധ ഇനങ്ങളൊക്കെ അവർക്ക് താക്കീത് നൽകപ്പെട്ടിട്ടുണ്ട്. മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളുടെ പാഠങ്ങൾ അവരുടെ മുമ്പിൽ പഠിപ്പിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ ഏതെല്ലാം ആയത്തുകൾ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഈ ലോകത്തുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കേട്ടാലും അവർക്ക് എന്തേ തോന്നുള്ളൂ? ഹുസുവൻ. അതിനൊക്കെ അവർ പരിഹസിക്കും. എന്തിനേയും അവർ പരിഹസിക്കുന്ന സ്വഭാവമാണ് അവർക്കുള്ളത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോഴും അവർക്ക് പരിഹാസമായിരുന്നു. വൈദാ അലിമ മിൻ ആയാതിനാ ശൈഅൻ ഇത്തഖദഹാ ഹുസുവാ. നമ്മുടെ ആയത്തിൽ നിന്ന് വല്ലതും അവർ പഠിച്ചാൽ തന്നെ അതവർ കളിയാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവർ പറഞ്ഞു, അഹാദല്ലദീ ബഅസല്ലാഹു റസൂല. ഇയാളെ ഇപ്പോൾ അല്ലാഹു റസൂലാക്കാൻ കണ്ടത് വേറെ എത്ര ആളുണ്ടായിരുന്നു ഇവിടെ? ഒന്നിനും കൊള്ളാത്ത ഈ ചങ്ങായിയപ്പോൾ റസൂല്. പിന്നെ ഒരിക്കൽ പറഞ്ഞു, അഹാദല്ലദീ യദ്കുറു ആലിഹത്തക്കും. ഇയാളാപ്പോൾ നമ്മളുടെ ഇലാഹുകളെയൊക്കെ ചീത്ത പറയുന്ന ആള്. ഇവനാണ് ആ ആളല്ലേ, ഇവനാണ് ആ പുത്തൻവാദിയല്ലേ, ഇവനാണ് ആ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളല്ലേ എന്ന് മുഹമ്മദ് മുസ്തഫയെ ചൂണ്ടിക്കാണിച്ചിട്ട് അവർ പരിഹസിച്ചിരുന്നു. എന്തും പരിഹസിക്കലായിരുന്നു അവരുടെ ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുണ്ടത്. നിങ്ങൾ ദീനിനെ പരിഹാസ്യമായി കാണരുത്. അങ്ങനെ പരിഹസിക്കുന്ന ആളുകളുടെ പരിഹാസ വർത്തമാനങ്ങളുള്ള സദസ്സിൽ പോയി പോലും നിങ്ങൾ ഇരിക്കരുത്. അറിയാതെ ഇരുന്നു പോയാൽ ഓർമ്മ വന്നാൽ ഉടൻ നിങ്ങൾ അവിടം വിട്ട് പോകണം എന്ന് ഖുർആൻ പറഞ്ഞു. മതത്തെ കളിയാക്കുന്ന, റബ്ബിനെ കളിയാക്കുന്ന, റസൂലുള്ളാഹിനെ പരിഹസിക്കുന്ന അത്തരം വേദികൾ ഇരിക്കാൻ പോലും പാടില്ല. അവരുടെ വാക്കുകളിലേക്ക് ശ്രദ്ധിക്കാൻ പോലും പാടില്ല. അത്ര ഗൗരവമാണ് ഈ പരിഹാസം. കാഫറായി പോകുന്ന രീതിയാണത്. എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു നമ്മൾ സൂക്ഷിക്കണം. ഒരു തിന്മ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിലൊരു പരിഹാസം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ്. മുഹമ്മദ് സാലിഹുൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, ഹുസുവ് എന്ന് പറയണമെങ്കിൽ പരസ്യമായി അള്ളാഹിൻ്റെ ഒരു നിയമത്തെ പരിഹസിച്ചോളണം എന്നൊന്നുമില്ല. റബ്ബിൻ്റെ ഒരു നിയമത്തെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ധിക്കരിച്ചാൽ തന്നെയും അതൊരു നിലക്ക് എന്താണ്? ഒരു പരിഹാസമാണ്. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറയണം. ഒരു രാജാവ് നമ്മളോട് പറഞ്ഞു, ഇന്ന നിയമങ്ങൾ പ്രവർത്തിക്കണം, ഇന്നത് പ്രവർത്തിക്കണം, ഇന്നതൊന്നും പ്രവർത്തിക്കരുത്. ആ രാജാവ് കാണുകയെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ അയാൾ പറഞ്ഞ കാര്യമൊക്കെ ചെയ്യാതിരിക്കുക, പറഞ്ഞ അരുതേന്ന് പറഞ്ഞതൊക്കെ ചെയ്യുകയും ചെയ്യുക. അത് ഫലത്തിൽ എന്താണ്? അയാളെ പരിഹസിക്കലല്ലേ? അത് അയാളൊരു പരിഹസിക്കലല്ലേ? റഹ്മാനായ റബ്ബിന് ഉപമ പറയാൻ പറ്റൂല. രാജാതിരാജനായ റബ്ബ് എല്ലാം അറിയുന്നു, കേൾക്കുന്നു എന്ന് നമ്മളോട് പറയാ. എന്നിട്ട് ആ റബ്ബ് അരുതെന്ന് പറഞ്ഞത് ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കുക. ഇത് റബ്ബിനെ ഒരു തലത്തിൽ എന്താണ്? പരിഹസിക്കലല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പാപങ്ങളിൽ പോലും ഒരു പരിഹാസം ഒളിഞ്ഞു കിടപ്പുണ്ട് റബ്ബിനോട്. അതുകൊണ്ട് വളരെ ഗൗരവമാണ് എന്നാണ്. എന്തിനെ കേട്ടാലും അവർക്ക് ഹുസുവും പരിഹാസവുമാണ്. ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പരിഹസിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട് അകത്തുള്ളവർ. ഇസ്ലാമിൽ ചില കാര്യങ്ങളെ അവർ അംഗീകരിക്കും, ചിലതിനെ അവർ പരിഹസിക്കും. ഒക്കെ ഹുസുവാണ്, പരിഹാസമാണ്. നിങ്ങളവരെ നമസ്കാരത്തിലേക്ക് വിളിച്ചാൽ അവർക്ക് അതൊരു പരിഹാസമാണ്. അതവർക്കൊരു പരിഹാസമാണ്. എന്തിനാ നിസ്കരിക്കാൻ പോട് വെറുതെ കാര്യമില്ലാതെ? അതൊക്കെ വെറുതെയാണ്. ഇങ്ങനെ എന്തിനെയും പരിഹസിക്കുക, അങ്ങനെയാണ് ഈ സത്യനിഷേധികളുടെ ഡ്യൂട്ടി. അതോടൊപ്പം ബാത്തിൽ കൊണ്ട് ഹക്കിനെ തകർക്കാമെന്നവർ വ്യാമോഹിക്കുകയും ചെയ്യുന്നു. അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന മുന്നറിയിപ്പാണ് 56-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ വയജാദിലുൽ ലദീന കഫറൂ ബിൽ ബാത്തിലി ലിയുദ്ഹിലൂ ബിഹിൽ ഹഖ് വത്തഖദൂ ആയാതി വമാ ഉൻദിറൂ ഹുസ്വാ. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അവരുടെ ഈ പരിഹാസത്തിൻ്റെ വാക്കുകൾ പറയുന്നുണ്ട്. വഇദാ റഔക ഇൻ യത്തഖിദൂനക ഇല്ലാ ഹുസ്വാ. അവർ നിന്നെ കണ്ടാൽ തന്നെ പരിഹസിക്കും. ആ നേരത്തെ പറഞ്ഞില്ലേ ഇബ്നാപ്പ നബി എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഹാദല്ലദീ യദ്കുറു ആലിഹത്തക്കും സൂറത്തുൽ അംബിയായിലെ 36-ാമത്തെ ആയത്തിൽ അങ്ങനെ റസൂലുള്ളാഹിനെ കാണുമ്പോൾ അവർ പരിഹസിച്ചിരുന്നു എന്നാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് അത് പറയുന്നുണ്ട്. യഥാർത്ഥമായ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളുന്നതിന് പകരം അവർ യാതൊരു പ്രയോജനവുമില്ലാത്തത് വാങ്ങിക്കൊണ്ട് വന്നുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ്. അങ്ങനെയും അവർ തകർക്കാൻ ശ്രമിച്ചിരുന്നു ഇസ്ലാമിനെ. സൂറത്തുൽ ലുഖ്മാനിൻ്റെ തുടക്കത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വമിനൻ നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസി ലിയുദില്ല അൻ സബീലില്ലാഹ് വയത്തഖിദഹാ ഹുസ്വാ. വമിനൻ നാസി
ജനങ്ങളിലുണ്ട് മൻ യശ്തരി ലഹുവൽ ഹദീസി, വിനോദ വാർത്തകൾ വിലക്ക് വാങ്ങുന്നവർ. മൻ യശ്തരി ലഹുവൽ ഹദീസി ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ, ആളുകളെ അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ഒരു വിവരവുമില്ലാതെ തടയാനും പഴപ്പിക്കാനും വേണ്ടിയിട്ട് വിനോദ വാർത്തകൾ വിലക്ക് വാങ്ങുന്ന ആളുകളുണ്ട്. വയത്തഹിദഹാ ഹുസ്വ, എന്നിട്ട് മതത്തെ അവർ കളിയാക്കുകയും ചെയ്യും. ശരിക്കും ശ്രദ്ധിക്കുക. പൈസ കൊടുത്തിട്ട് നബി തങ്ങളുടെ കാലത്ത് ഖുർആനിനെതിരെ പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് അന്യരാജ്യങ്ങളിൽ പോയി അവിടുത്തെ അശ്ലീല കവികളും നോവലിസ്റ്റുകളുമൊക്കെ എഴുതിയുണ്ടാക്കിയിരുന്ന കഥകളും കവിതകളുമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഖുർആൻ പറയുന്നിടത്ത് അതിനു ബദലായിട്ട് ഇവർ വായിച്ച് ജനങ്ങളെ രസിപ്പിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. മനസ്സിലായോ ചരിത്രം? അള്ളാഹിൻ്റെ റസൂൽ ഖുർആൻ ഓതി കൊടുക്കുന്ന സദസ്സുകൾക്ക് പകരമായിട്ട് ഇവർ അന്യരാജ്യങ്ങളിൽ പോയിട്ട് വില കൊടുത്തിട്ട് അശ്ലീല കവിതകളും നോവലുകളും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ പരസ്യമായി വായിച്ചവിടെ ആളെ കൂട്ടിയിട്ട് ജനങ്ങളെ രസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തോന്നിവാസം. ഇപ്പോൾ സിനിമയൊക്കെ ഇന്നിപ്പോൾ സിനിമയും കോമഡിയും മറ്റ് അശ്ലീലതകളും വിചാരവും മദ്യപാനത്തിനൊക്കെ പ്രോത്സാഹനം കൊടുക്കുന്ന രംഗങ്ങൾ കാണിച്ചിട്ടല്ലേ ആളുകൾ അങ്ങനെ ആളെ കൂട്ടുന്നത്. അവിടെ എന്തോ ജനം. ഇപ്പുറത്തോ ഖുർആനും ഹദീസും വായിച്ച് വിശദീകരിക്കുന്നിടത്ത് ഇതിനെ അപേക്ഷിച്ച് ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഇത് അന്നും ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് ഈ ആയത്ത് പറയുന്നത്. ജനങ്ങളിലുണ്ട് ലഹുവുൽ ഹദീസ് വിലക്ക് വാങ്ങിക്കൊണ്ടുവന്നിരുന്ന ആളുകൾ. എന്തിന്? ഒരു വിവരമില്ലാതെ ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയാനും ഈ ദീനിനെ ഒരു പരിഹാസ്യമാക്കി മാറ്റുവാനും വേണ്ടി പണിയെടുത്തിരുന്ന ആളുകളുണ്ടായിരുന്നു. അന്ന് അവർ പ്രധാനമായും ചെയ്തിരുന്നത് ഇതേപോലെയുള്ള നോവലുകളും കഥകളും വാങ്ങിക്കൊണ്ടുവരും. വൻ വില കൊടുത്തിട്ട് ഗായികമാരെ ഇറക്കുമതി ചെയ്തിരുന്നു എന്നാണ്. കൈനാത്തുകളെ, നർത്തകിമാരെ, ഡാൻസർമാരെ, ഗായികമാരെ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സുന്ദരികളായ ഗായികമാരെ അവർ ഇറക്കുമതി ചെയ്യും. പരസ്യമായി അവരെ കൊണ്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് ഡാൻസ് ആടി പാട്ടുപാടിക്കും. ജനങ്ങളുടെയൊക്കെ ശ്രദ്ധ ഖുർആനിൽ നിന്ന് തെറ്റിയിട്ട് ഇതിലേക്ക് പോകാൻ വേണ്ടി വൻ മ്യൂസിക് പ്രോഗ്രാമുകൾ അന്നുണ്ടായിരുന്നു. ഇതൊക്കെ സൂറത്തുൽ ലുഖ്മാൻ്റെ ആയത്തിൻ്റെ തഫ്സീറിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സൂറത്തുൽ ലുഖ്മാൻ. അങ്ങനെയുള്ള ആ ജനതയെക്കുറിച്ച് അല്ലാഹു തആല പറയണ്, അങ്ങനെയുള്ള ആളുകളോട് ഖുർആനികമായ വചനങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുത്താൽ അവരുടെ പ്രതികരണം എന്തായിരിക്കും? അവരുടെ പ്രതികരണം അല്ലാഹു തആല പറയുന്നുണ്ട്. എന്താ അവരുടെ പ്രതികരണം എന്നറിയോ? വൈദാ തുത്ലാ അലൈഹി ആയാതുനാ, നമ്മുടെ ആയത്തുകൾ അവന് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, എന്ത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യല്ലേ, ദീനിനെ നിങ്ങളിങ്ങനെ പരിഹാസപാത്രമാക്കല്ലേ, നിങ്ങൾ അള്ളാന്റെ ദീനിൽ നിന്ന് ജനങ്ങളെ തടയാൻ വേണ്ടി വിനോദ വാർത്തകൾ വിലക്ക് വാങ്ങല്ലേ, അവിടേക്ക് നിങ്ങൾ പോകല്ലേ, അതിൻ്റെ വക്താക്കളായി മാറല്ലേ എന്നൊക്കെ റബ്ബിൻ്റെ ആയത്തുകൾ ഓതിയിട്ട് അവരെ ഉത്ബുദ്ധരാക്കാൻ ശ്രമിച്ചാൽ വല്ലാ മുസ്തക്ബിറാ, അവൻ അഹങ്കാരിയായിക്കൊണ്ട് തിരിഞ്ഞങ്ങ് കളയും. കഅല്ലം യസ്മഅഹാ, അവനത് കേട്ടിട്ടേ ഇല്ലാത്തവനെ പോലെ. കഅന്ന ഫീ ഉദുനൈഹി വഖറാ, അവന്റെ ഇരു കാതുകളിലും ലോഹം ഉരുക്കി ഒഴിക്കപ്പെട്ടവനെ പോലെ. ഫബശ്ശിറുഹു ബിഅദാബിൻ അലീം, അത്തരക്കാർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് ഏറ്റവും വലിയ സന്തോഷ വാർത്ത അവർക്കൊന്ന് അറിയിച്ചേക്കൂ നബിയേ. നരകണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അല്ല, അതവർക്കുള്ള ഏറ്റവും വലിയ രോഷം കൂട്ടുന്ന നിലക്കുള്ള മറുപടിയാണ് അല്ലാഹു നൽകുന്നത്. ഇപ്പൊ സൂറത്തുൽ ലുഖ്മാന്റെ ആ 6ഉം 7ഉം വചനങ്ങളൊക്കെ ഉണ്ടല്ലോ, വലിയ പാഠമുണ്ട് അതിൽ. അന്ന് നടന്നതൊക്കെ അതിൻ്റെ ആധുനിക വെർഷനാണ് ഇന്ന് നടക്കുന്നത്. എല്ലാ വിനോദങ്ങളുടെയും എല്ലാ ഉത്സവങ്ങളുടെയും എല്ലാ ആഘോഷങ്ങളുടെയും മെയിൻ ലക്ഷ്യം ഇസ്ലാമിൻ്റെ ജനങ്ങളാണ്ട് അകത്തലാണ്. ചുരുക്കത്തിൽ എല്ലാവരും തന്ത്രം അതാണ്. ധാർമ്മികത ബോധമുള്ള ഒരു തലമുറ ഇവിടുന്നാണ് ഇല്ലാതാവണം. അതിനാണ് തകർക്കാനാണ് എല്ലാം അജണ്ടകളൊക്കെ ലോകത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല ഈമാനും വേണം, അല്ലെങ്കിൽ മനസ്സാണ് പിന്നെ ചാഞ്ഞു പോകും, പതറിപ്പോകും. അങ്ങനെ ഒരുപാട് ആളുകൾ അന്ന് കേട്ടയിൽക്കൊക്കെ മാറിപ്പോയവരുണ്ട്. ഇവരെ ഇറക്കുമതി ചെയ്ത ഗായികമാരുടെയും ഡാൻസും അവരുടെ പാട്ടും അവരുടെ കൂത്തും
അവർ വായിച്ച കവിതകളും ഒക്കെ കേട്ടിട്ട് കുറേ ആൾക്കാരാണ്ട് ആകൃഷ്ടരായിട്ടുണ്ട്. അങ്ങനെ അവർ ഖുർആനിൽ നിന്ന് ജനങ്ങളെ തടയാൻ നോക്കിയിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു മാർഗം എന്തായിരുന്നു? ഇതിൻ്റെ പുറമെ ഖുർആൻ ഓതുന്നിടത്ത് അത് വിശദീകരിക്കുന്നിടത്ത് പോയിട്ട് ആർപ്പ് വിളി നടത്തുക, കൂക്ക് വിളിക്കുക, ചൂളം വിളിക്കുക, ബഹളം ഉണ്ടാക്കുക, അങ്ങനെ തോൽപ്പിക്കാൻ നോക്കിയിരുന്നു. ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് പോയിട്ട് കൈ കൊട്ടുക, ബഹളം ഉണ്ടാക്കുക, കുഴപ്പമുണ്ടാക്കുക, ചൂളം വിളിക്കുക. എന്തിന്? ഇത് പറയുന്നത് ജനം കേൾക്കരുത്. തീരോളം കുറേ ആൾക്കാർക്ക് അതായിരുന്നു പണി. കൈയടിക്കുക, കൂക്ക് വിളിക്കുക, ചൂളം വിളിക്കുക, ബഹളം ഉണ്ടാക്കുക. അങ്ങനെ ഖുർആനിൽ നിന്ന് കുറേ ആൾക്കാരെ തടയാൻ നോക്കിയിരുന്നു. പക്ഷെ എന്നിട്ടൊക്കെ ഈ ഖുർആൻ അതിൻ്റെ ജൈത്രയാത്ര ഇന്ന് വരെ തുടർന്നിട്ടുണ്ട്. ഇലാ യൗമിൽ ഖിയാമ അത് തുടരുകയും ചെയ്യും. പക്ഷെ അതിൽ ഉൾപ്പെട്ട് കിട്ടാൻ, ആ ഖുർആനിൻ്റെ യഥാർത്ഥ അനുയായിയായി കിട്ടാനുള്ള തൗഫീഖിന് വേണ്ടിയാണ് നമ്മൾ തേടിക്കൊണ്ടേയിരിക്കേണ്ടത്. ഇല്ലെങ്കിൽ ആരും പഴച്ചു പോകും, ആരും പഴച്ചു പോകുന്നു. ഇന്ന് നമ്മൾ തിന്മയായി കാണുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നവയെ ഒരു പക്ഷേ നാളെ ഞാൻ വാരിപ്പുണർന്നേക്കും. അത് സത്യമാണ്. നമ്മളൊക്കെ കണ്ണിൻ്റെ മുമ്പിൽ അനുഭവങ്ങളുണ്ട്. തിന്മയാണെന്ന് കരുതി പൊട്ടിച്ച് കച്ചറയിൽ ഞാൻ കൊണ്ടുപോയിട്ടു എന്ന് പറഞ്ഞതിനെ പിന്നെ വാരിപ്പുണർന്ന ആളുകളുണ്ട്. അങ്ങനെയാണ് ലോകം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സബാത്ത്, ഇസ്തിഖാമത്ത് അതൊക്കെ നിലനിന്ന് കിട്ടാൻ അതിനായി തേടുന്നത് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനിക്. ആരും പഴച്ചു പോകും, ആർക്കും മാറ്റങ്ങൾ വരാം. അങ്ങനെയാണ് ലോകം. അവസാനം എന്താന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. പ്രവർത്തനങ്ങളൊക്കെ അന്ത്യം നോക്കിയിട്ട് തീരുമാനിക്കപ്പെടും. അന്ത്യം നന്നാവണം. അതിനാണ് നമ്മൾ തേടുന്നത് തൗഫനി മുസ്ലിമാ, മുസ്ലിമായി മരിപ്പിക്കണേ എന്ന്. റഹ്മാനായ റബ്ബിൻ്റെ ആയത്തുകളോട് പുച്ഛമനോഭാവം ഒരിക്കലുമില്ലാതെ ഭയഭക്തിയും വിനീത മനസ്സും ഉള്ളവരായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള, തിരുസുന്നത്ത് നമ്മെ അറിയിച്ചിട്ടുള്ള ആ ഹുദയിൽ അടിയുറച്ച് മുന്നേറി അങ്ങനെ തന്നെ മരിച്ചു പോകാൻ ഭാഗ്യം കിട്ടുന്ന നല്ലവരിൽ റഹ്മാനായ റബ്ബ് നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബ് നമ്മയും ബന്ധപ്പെട്ടവരെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.